സാറിന്റെ മകളുടെ പേരിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കുറച്ചു കാലം മുമ്പ് സാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സാറിന്റെ മകൾക്ക് 20 വയസ്സാകുമ്പോ മെച്യൂരിറ്റി ആകുമ്പോ എടുക്കുന്ന രീതിയിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്. ഇപ്പോ ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്യൂരിറ്റി ആയിട്ടുണ്ട് സാർ. സാറിന്റെ മകളുടെ സൈൻ ഉണ്ടായിരുന്നെങ്കിൽ മകളുടെ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നു. ആയിക്കോട്ടെ. മകളെ ഒന്ന് വിളിക്കാമോ സാർ? അവൾ ഇപ്പൊ ഇവിടെ ഇല്ല. അതാ മോള് വന്നല്ലോ. യാമിനി, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്താ ചെറിയമ്മ? അച്ഛൻ മോളുടെ പേരില് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരുന്നു. അതിപ്പോ മെച്യൂരിറ്റി ആയി. അത് ട്രാൻസ്ഫർ ചെയ്യാനായി മോളുടെ സിഗ്നേച്ചറിന് വേണ്ടി വന്നതാ. എനിക്കിപ്പോ ആ ക്യാഷ് വേണ്ട. അതെന്താ മോള് നീ അങ്ങനെ പറഞ്ഞേ? അത് ഞാൻ സാറിനോട് തന്നെ പറഞ്ഞോളാം. സർ, എനിക്കിപ്പോ ഈ പൈസയുടെ ആവശ്യമില്ല. ഇതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെന്നല്ലേ പറഞ്ഞത്? അപ്പോ ആ ക്യാഷ് 4-5 വർഷത്തേക്ക് അവിടെ കിടന്നു കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. ഇപ്പൊ ആവശ്യമില്ല എന്ന് പറഞ്ഞത് എന്റെ അഹങ്കാരമായിട്ട് കരുതരുത്. കാരണം ഞാനിപ്പോ പഠിക്കല്ലേ. ഇത്രയും ക്യാഷൊന്നും എനിക്കിപ്പോ ആവശ്യമില്ല. സർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഒരു 4-5 വർഷേ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഞാനതാ പ്രിഫർ ചെയ്യുന്നത്. സാറിന്റെ കയ്യിൽ ഫോം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സൈൻ ചെയ്യാം. ആ ഉണ്ട് മേഡം, ഒരു മിനിറ്റ്. ഇങ്ങനെ ദാ മേഡം. ഇവിടെ കൂടെ. ആ ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ. താങ്ക് യു സർ. സാറിന് എന്നോട് സ്നേഹവും വാത്സല്യവും ഒന്നും ഇല്ലെങ്കിലും എന്റെ പേരില് ഒരു സമ്പത്തുണ്ടാകണമെന്ന് കരുതി ചെറുപ്പത്തിൽ എന്റെ പേരില് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ കാണിച്ച ഈ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. ചെറിയമ്മ, അകലെ